നമസ്കാരം. ഞാൻ എൻ്റെ വീഡിയോകളിൽ ഒരു പ്രത്യേക സീരീസ് തുടങ്ങുകയാണ്. ഇന്ന് മുതൽ പറ്റുന്നിടത്തോളം പറയാം, തലയോ കൈയോ കാലോ ഒക്കെ വെട്ടിക്കളയുന്നതിന് മുമ്പ്. അപ്പോ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭാരതത്തില് കഴിഞ്ഞ 500 വർഷങ്ങൾ കൊണ്ട്, അത് ഏകദേശം ഒരു 700 വർഷം എന്ന് വയ്ക്കാം, 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണവും കൂടി ചേർത്ത്, പിന്നെ പോർച്ചുഗീസ് ആക്രമണങ്ങൾ, ഫ്രഞ്ച് ആക്രമണങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഭാരതത്തിൽ ഏകദേശം 100 കോടിയിലധികം ഹിന്ദുക്കളെ വകവരുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക അതിക്രമങ്ങൾ, അതുപോലെ പോർച്ചുഗീസ് അതിക്രമങ്ങൾ, ക്രിസ്ത്യൻ അതിക്രമങ്ങൾ തന്നെ എടുത്തു പറയേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സെയിന്റ്മാരും ഗോവ കടപ്പുറത്തൊക്കെ വന്ന്, അല്ലെങ്കിൽ ഗോവ തൊട്ട് താഴെ മലനാട് എന്ന് പറയുന്ന കർണാടകയുടെ ഭാഗം വരെ നടത്തിയ കൂട്ടക്കൊലകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെയാണ് കൊന്നൊടുക്കിയത്. അപ്പോൾ ഇത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഇത്തരത്തിലുള്ള വൈദേശിക അധിനിവേശ മതശക്തികൾ ഭാരതത്തിന് എത്രത്തോളം അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെറുതായി ഓരോ സീക്വൻസായി പറയാനുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അതിലാദ്യമായി ഞാൻ പറയാൻ പോകുന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആണ്, നമ്മുടെ ഭാരതത്തിൽ നടന്ന ഇൻസിഡന്റ്. അത് രസകരമായ ഒരു ഇൻസിഡന്റ് ആണ്. കാര്യം വെറും 4 രോമങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നത്. 4 രോമങ്ങൾക്ക് വേണ്ടി, രോമം ഹെയർ, തമിഴിൽ വേറൊരു വാക്ക് പറയാൻ ഞാൻ പറയുന്നില്ല, ഇവിടെ അസഭ്യമായത്. അപ്പം വെറും 4 അതിനു വേണ്ടി നടന്ന കൂട്ടക്കൊലകളെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല, ചരിത്രത്തിന്റെ താളുകളിൽ ഇരുന്നുമുണ്ട്. നമ്മൾ എല്ലാവരും ചില സിനിമകളിലും, അതുപോലെ എനിക്ക് തോന്നുന്നു 90കളുടെ അവസാനങ്ങളിലാണെന്ന് തോന്നുന്നു, ഒരു പള്ളി കാശ്മീരിലുള്ള ഹസ്രത് ബാൽ എന്ന് പറയുന്ന ഒരു പള്ളി, ഹസ്രത്തിന്റെ മുടി എന്നാണ് അതിന്റെ അർത്ഥം, ഹസ്രത് ബാൽ. ഈ ഹസ്രത് ബാൽ പള്ളി തീവ്രവാദികൾ കയറി അത് കത്തിക്കുകയൊക്കെ ചെയ്തൊരു കഥയൊക്കെ നമുക്കറിയാം. ഈ കഥ പോകുന്നത് ഈ ഹസ്രത് ബാൽ പള്ളിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ഈ ഹസ്രത് ബാൽ പള്ളിയിൽ മുഹമ്മദിന്റെ ഒരു 4 മുടി, 4 അല്ല 6 മുടി അവിടെ ശേഖരിച്ച് ഒരു കണ്ണാടിപ്പെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തലമുടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, അത് പല ഗ്രന്ഥങ്ങളിലും പല രീതിക്കാണ് പറയുന്നത്. അത് എവിടുന്നോ കാശ്മീരിൽ വരികയും കാശ്മീരിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ അത് വാങ്ങിച്ച് ഈ പള്ളിയിൽ വയ്ക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ആധികാരികതയൊന്നുമില്ല, നമ്മളെവിടെയും മുടി മുക്കി വെള്ളം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ ഒരു 6 മുടി അവിടെ ഒരു കണ്ണാടിപ്പെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കഥ നടക്കുന്നത് 1963 എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടുന്ന 47 അല്ലെങ്കിൽ 1920 തൊട്ട് ഇന്ത്യയിൽ നടന്ന കൂട്ടക്കൊലകൾ അവിടെ സാക്ഷിയാണ്. അതിനെക്കുറിച്ചുള്ള കഥകളെല്ലാം നമുക്ക് പറയാം, ചെറിയ ഇൻസിഡന്റുകളായിട്ട് പറയാം, വ്യാഗമായിട്ട് പറഞ്ഞു പോകും. അപ്പോ ഈ പറഞ്ഞ കൂട്ടക്കൊലകളെല്ലാം കഴിഞ്ഞ് ഹിന്ദു കൂട്ടക്കൊലകൾ, ഏകദേശം ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ കൂട്ടക്കൊലകൾ കഴിഞ്ഞ ശേഷം ഒരാശ്വാസത്തിൽ എത്തിയിട്ടില്ല അപ്പോഴും ഈ 63. കാര്യം എല്ലാ ആഴ്ചയിലും പല നഗരങ്ങളിലും, ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാന്റെ ഭാഗത്തും കൽക്കട്ടയിലും ഉത്തർപ്രദേശിലും ഒക്കെ പല സ്ഥലങ്ങളിലും അപ്പോഴും അക്രമങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മനസമാധാനം ഇന്ത്യക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. ഈ 1963 ഡിസംബർ 27 ഈ ഹസ്രത് ബാൽ എന്ന് പറഞ്ഞ പള്ളിയിലെ പുരോഹിതർ പറയുന്നു, ഇവരുടെ 4 രോമം കാണാനില്ല. ഈ വെച്ചിരുന്ന 6 രോമത്തിൽ 4 രോമം കാണാറില്ല. ഈ 4 രോമം ഹിന്ദുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. ഹിന്ദുക്കൾക്ക് ആരുടെയും രോമമില്ലാത്തത് കൊണ്ട് ഇവരുടെ ഈ 4 രോമം മോഷ്ടിച്ചു കൊണ്ടുപോയി, അവരുടെ പള്ളിയിൽ കയറി മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇങ്ങനെയൊരു ആധികാരികതയില്ലാത്ത ഒരു കള്ളക്കഥ ഒറ്റ ദിവസം കൊണ്ട് പ്രചരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട്. ഇത് അന്ന് ടെലിഫോണുകൾ കുറവാണ്, ഇമെയിൽ ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളും ഇല്ല. പക്ഷേ ഈ കശ്മീരിൽ ഈ 27 തീയതി, ഡിസംബർ 27 ഈ രോമം കാണുന്നില്ല എന്ന് പറഞ്ഞ വാർത്ത വന്നുടനെ ഇത് ഇന്ത്യ മുഴുവനും, അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബംഗ്ലാദേശ്, ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാനിലും ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇത് എങ്ങനെയെന്ന് നമ്മൾ അതിശയിക്കും. വേറൊന്നുമില്ല, ഇവര് ഓരോ കിലോമീറ്റർ ഉള്ളിൽ ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് സിറ്റി ആണെങ്കിലും കേരളത്തിലെ ഏത് നഗരമാണെങ്കിലും ഇന്ത്യക്കകത്തുള്ള പല നഗരങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററിൽ ഒരു പള്ളി കാണും. ഇവിടുന്ന് ഇവർ ഈ മൈക്ക് കെട്ടി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വിളിച്ചു പറയാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ്. ഒരിടത്തുനിന്ന് വേറെടുത്തെത്തും, അവിടുന്ന് വേറെടുത്തെത്തും. ഇത് ഒരു തരംഗം പോലെ ഇത് കൈമാറും എന്നുള്ളതാണ് ഇതിന്റെ വിഷയം. അപ്പൊ അത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അവരുടെ തന്നെയുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വഴി ഇവർ വിളിച്ചു പറഞ്ഞു, ഈ 4 രോമം കാണുന്നില്ല. ഈ പറയുന്ന ഈ ഭാരതത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും മെസ്സേജ് എത്തി, ഈ വിവരം എത്തി. അടി തുടങ്ങി. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളെയാണ് ഈസ്റ്റ് പാകിസ്ഥാനായ ബംഗ്ലാദേശിൽ കൂട്ടക്കൊല നടത്തിയത്. ഇത് എവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നമ്മുടെ ഹുല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ ജസോറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഡാക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഡാക്ക ഇപ്പോൾ അവരുടെ തലസ്ഥാനമാണ്. ഈ 3 സ്ഥലത്തും ഒറ്റ ദിവസം കൊണ്ട് കൂട്ടക്കൊലയാണ് നടന്നത്. കൂട്ടക്കൊല, ഹിന്ദു വംശഹത്യയാണ് നടന്നത്. തുടച്ചു നീക്കിക്കളഞ്ഞു. കാര്യം 1947 വിഭജിച്ചപ്പോ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോ ഈ പറയുന്ന പൈസയുള്ള ഹിന്ദുക്കളെല്ലാം അവിടെ നിന്ന് വന്നു.
ഈ പൈസ ഉള്ളവർക്ക് നെഹ്റുവും കൂട്ടരും ഒക്കെ നല്ല സ്ഥലങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തു, അവർക്ക് പൈസയൊക്കെ വാങ്ങിച്ചു, അവിടെയൊക്കെ സെറ്റിൽമെന്റ് എടുത്തു. ഇതിൽ പൈസ ഇല്ലാത്ത ആൾക്കാരായാലും 90% ദളിതരായിരുന്നു. ഈ ആൾക്കാര് അവിടെ കുറച്ചുപേരെ ഞങ്ങൾ പണ്ടത്തെ ഇവിടെ 1921 ദളിത് ഇസ്ലാമിക സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നോ, ഞങ്ങൾ കാത്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ പാവങ്ങൾ അവിടെ നിന്നുപോയി, ഇവര് കാക്കുമെന്നുള്ള അനുഭാവത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാവത്തിൽ. ഇവരെ കുറെ പേരെയൊക്കെ മതം മാറ്റി 63 ആയപ്പോൾ ഇനിയുള്ളവർ മതം മാറാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ എണ്ണം കുറച്ച് കൂടുതലാണ്, ആ എണ്ണത്തിനൊന്ന് കുറയ്ക്കണം എന്നുള്ളതിനാണ് ഈ മുടി കാണാത്ത വിപ്ലവം വന്നത്, മുടി കാണാ വിപ്ലവം വന്നത്. ഈ മുടി കാണാ വിപ്ലവത്തിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ വംശഗതി നടത്തി ബാക്കി കുറെ ആൾക്കാർ ഭാരതത്തിലേക്ക് പലായനം ചെയ്തു, ലക്ഷക്കണക്കിന് ആൾക്കാർ പലായനം ചെയ്തു ഭാരതത്തിലൂടെ. കണക്കുകൾ ഇന്നും പല ഗവൺമെന്റിന്റെയും അതിൽ ഫ്രീ ഏജൻസികളുടെയും കയ്യിലുണ്ട്. അടുത്ത് ഇത്തരത്തിൽ ഈ അടി ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ കൽക്കട്ടയിൽ ഇതേ അടി നടന്നു, ബോംബെയിൽ ഇതിന് അടി നടന്നു, ഉത്തർപ്രദേശിൽ നടന്നു, അതുപോലെ തന്നെ കാശ്മീരിൽ നടന്നു. കാശ്മീരിൽ ആദ്യത്തെ കൂട്ടക്കുരുതി സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന കൂട്ടക്കുരുതികൾക്ക് ശേഷം 1990-കളിൽ നടക്കുന്ന പണ്ഡിറ്റുകളുടെ കൂട്ടക്കുരുതിക്ക് മുമ്പ് നടന്ന, അതിനിടയ്ക്ക് നടന്ന ഒരു ട്രയൽ റൺ കൂടിയാക്കി ഇതെടുത്തു. അവിടെയും ആയിരങ്ങൾ മരിച്ചു. കാശ്മീരിൽ ആയിരങ്ങൾ ഹിന്ദുക്കളാണ് മരിച്ചത്. ഇതിനിടയ്ക്ക് ലക്ഷക്കണക്കിന് പേര് ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. നെഹ്റു വളരെ വിഷമത്തിലായി. ഈ രോമം കാണാത്ത കാര്യത്തിൽ നെഹ്റുവിന് ഭയങ്കര വിഷമമായി. ഈ 4 രോമം കണ്ടുപിടിക്കാൻ, അന്ന് സുകുമാരക്കുറുപ്പ് ഇതിനൊക്കെ ശേഷമാണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ 4 രോമം കണ്ടുപിടിക്കാൻ നെഹ്റു സെൻട്രൽ പോലീസിന്റെ ഒരു കമ്മിറ്റി, ഒരു ടീമിനെ രൂപവത്കരിച്ചു. സെൻട്രൽ പോലീസിന്റെ ഒരു അന്വേഷണ ടീമിനെ നെഹ്റു രൂപവത്കരിച്ചു 4 രോമം കണ്ടുപിടിക്കാൻ. ഈ 4 രോമം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരാഴ്ച സമയത്തിനുള്ളിൽ ഈ ടീം ഈ രോമം കണ്ടുപിടിച്ചു, ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് കൈമാറി. അത് ഇന്ന് വരെ വെളിപ്പെടുത്തിയിട്ടില്ല. അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഹിന്ദുവിന്റെ കയ്യിൽ നിന്നോ, വഴി കിടന്ന് കിട്ടിയോ, പറന്നുപോയ രോമത്തിനെ പിടിച്ചെടുത്തോ, അതോ ഇതേ രോമം അവിടെ എവിടെയെങ്കിലും മാറിയിരിക്കുകയായിരുന്നു, ഇറങ്ങിയിരിക്കുകയായിരുന്നു, അത്ഭുത പ്രവൃത്തി കാണിച്ച് തിരിച്ചു വന്നു, ഒന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ 4 രോമം നെഹ്റു ഇവർക്ക് തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തപ്പോൾ ആശ്വാസമായി കൊല്ലേണ്ടവരെയൊക്കെ ഒരാഴ്ച കൊണ്ട് കൊന്നു, സംഗതിയൊക്കെ വെടിപ്പായി, രോമം തിരിച്ചു കിട്ടി. പണ്ഡിതന്മാർ ഈ കണ്ണാടി പെട്ടിയിൽ അടച്ചു വയ്ക്കുകയും ചെയ്തു. ഇതെനിക്ക് തോന്നുന്നു പിന്നെ 90-കളിലെങ്ങാണ്ട് മറ്റേ തീ കത്തിയപ്പോൾ കാണും. രോമം ഉണ്ടോ എന്നറിയില്ല. ഇതിന്റെ മിച്ചമാണോ ഇനി നമ്മുടെ കേരളത്തിൽ വെള്ളത്തിൽ മുക്കി കൊടുക്കുന്നതെന്ന് അറിയില്ല. അപ്പോ ഇതിനെ പറയുന്ന മൊയ്ൻ ഇ മുഖബസ് എന്നാണ് ഇതിനെ പറയുന്ന രോമങ്ങളെ പറയുന്ന പേര്. അപ്പോ 27-ന് തുടങ്ങുന്ന അടി 1963 ജാനുവരി 4-ന് രോമം കിട്ടി, അടി നിന്നു. എന്നിട്ട് അടി കുറെ ദിവസം കഴിഞ്ഞാണ് നിന്ന്. കർഫ്യൂ ഒക്കെ ഏകദേശം കുറെ നാൾ നീണ്ടു നിന്നിരുന്നു. ജാനുവരി 4 1964 ഈ രോമം തിരിച്ചു കിട്ടി. അടി നിന്നു എന്നല്ല, ആശ്വാസമായി ആർക്ക്? നെഹ്റുവിന്. പക്ഷെ ഈ ടെൻഷൻ കൊണ്ട് 7-ാം തീയതി നെഹ്റുജിക്ക് അറ്റാക്ക് വരുന്നു, സ്ട്രോക്ക് വരുന്നു. ജനുവരി 7 1964 നെഹ്റു വളരെ വിഷണ്ണനായിരുന്നു, ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇത് കിട്ടാത്തതും കണ്ടുപിടിക്കാനും എന്നൊക്കെയാണ് തോന്നുന്നത്. അല്ല അപ്പൊ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. ചൈനയുടെ ആക്രമണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടൊക്കെ അതിന് വൈഷണ്ണവനായിരുന്നു. പിന്നെ മുടി പോയത് അതിനപ്പുറം വൈഷണ്ണവൻ. കാര്യം നെഹ്റുവിന്റെ വേരുകൾ കശ്മീരിലാണല്ലോ. ഈ രോമത്തിനൊക്കെ എവിടെയൊക്കെ ബന്ധമുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ബാബറുടെ ശവകുടീരം കാണാൻ കുടുംബമായിട്ട് എപ്പോഴും പോകുന്നു. അപ്പോ 7-ാം തീയതി ഇദ്ദേഹം സ്ട്രോക്ക് വന്നു, വയ്യാതായി. ഇതേ വർഷം 27 മെയ് 1964 പുള്ളി അന്തരിച്ചു. എന്തായാലും ആശ്വാസത്തോടെ അന്തരിക്കാൻ പറ്റി, രോമം തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസം. ഇത് ഒരു ചെറിയ കഥ മാത്രമാണ്. ഹിന്ദു വംശീയതയ്ക്ക് ഉണ്ടാക്കിയ ഒരു കാരണം, ഒരു സില്ലി റീസൺ പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് ഭാരതം മുഴുവൻ മെസ്സേജുകൾ പടർത്തി. ഇതിന്റെ അലയൊലികളും അക്രമവും കേരളത്തിലെ മലപ്പുറത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിൽ ഈ മെസ്സേജ് എത്തിച്ച് നിമിഷ നേരം കൊണ്ട് അക്രമം തുടങ്ങി അത് അവസാനിപ്പിക്കേണ്ട സമയത്ത് അവസാനിപ്പിച്ച് അതിന് മുന്നേ തന്നെ അവരുടെ ലക്ഷ്യം നേടി എടുക്കുന്ന ഒരു രീതി, അത് ഹിന്ദുക്കൾ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ള കഥ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് തൊട്ട് ഇത്തരത്തിലുള്ള കഥകൾ കൂടെ ഉൾപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.